അൾത്താര ശുശ്രൂഷകരുടെ അന്താരാഷ്ട്ര കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ റോമിലേക്ക് നടത്തുന്ന തീർത്ഥാടനത്തിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 50,000 അൾത്താര ശുശ്രൂഷകർ പങ്കെടുക്കും. ജൂലൈ 29 മുതൽ ആരംഭിക്കുന്ന തീർത്ഥാടനം ജൂലൈ 30 ഫ്രാൻസിസ് പാപ്പയുമായുള്ള കൂടിക്കാഴ്ചയോടെ വിശുദ്ധ പത്രോസിന്റെ ബസിലിക്കയിൽ സമാപിക്കും. അൾത്താര ശുശ്രൂഷകരുടെ ആഗോള സംഘടനയായ കോയിറ്റസ് ഇന്റർനാഷണലിസ്റ്റ് മിനിസ്റ്റേറിയത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന അൾത്താര ശുശ്രൂഷകരുടെ അന്താരാഷ്ട്ര തീർത്ഥാടനത്തിന് റോമ നഗരം വേദിയാകും. ജൂലൈ 29 മുതൽ ആരംഭിക്കുന്ന അൾത്താര ബാലന്മാരുടെ 13ാമത് ആഗോള തീർത്ഥാടനത്തിന്റെ പ്രമേയമായി ഏശയ്യായുടെ പുസ്തകത്തിൽ നിന്നുള്ള വിത്ത് യു എന്ന വാക്യമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് ജർമ്മൻ ബിഷപ്പ് കോൺഫറൻസ് അറിയിച്ചു. ജർമ്മനി, ഓസ്ട്രിയ, ബെൽജിയം, ക്രൊയേഷ്യ, സ്ലോവാക്യ, ഫ്രാൻസ്, ലിത്വാനിയ, പോർച്ചുഗൽ, ചെക്ക് റിപ്പബ്ലിക്, ഹംഗറി തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള അൾത്താര ശുശ്രൂഷകരാണ് തീർത്ഥാടനത്തിൽ പങ്കെടുക്കുന്നത്. തീർത്ഥാടനത്തിൽ പങ്കെടുക്കുന്നവരിൽ 35,000 പേർ ജർമ്മനിയിൽ നിന്നുള്ളവരാണ്. ഇവരോടൊപ്പം ജർമ്മൻ ബിഷപ്സ് കോൺഫറൻസിലെ നിരവധി മെത്രാന്മാരും തീർത്ഥാടനത്തിൽ പങ്കുചേരും. ജൂലൈ 29 റോമിലെ മരിയ എസ് ബാംപിന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ആരംഭിക്കുന്ന തീർത്ഥാടനം ജൂലൈ 30 സെന്റ് പീറ്റേഴ്സ് ചതുരത്തിൽ മാർപ്പാപ്പ അഭിസംബോധന ചെയ്യും. കത്തോലിക്ക സഭയുടെ ഭാവി വാഗ്ദാനങ്ങളായ അൾത്താര ശുശ്രൂഷകരുടെ തീർത്ഥാടനം ആകാംക്ഷയോടെയാണ് വിശ്വാസ സമൂഹം നോക്കിക്കാണുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.